നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ ഏറ്റവും തീവ്രമായ അനുഭവങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ദുഃഖവെള്ളിയാഴ്ചയിലെ പീഡാനുഭവ ചരിത്ര വായനയിലൂടെയാണ് നാം കടന്നുപോയത്. ഏറ്റവും തീവ്രമായ അനുഭവങ്ങളെല്ലാം നമ്മുടെ ഹൃദയമിടിപ്പുകൾ വർദ്ധിപ്പിക്കുന്നതാണ്. ഏറ്റവും തീവ്രമായ സംഗീതമുണരുന്നത് മുറിവുകളിൽ നിന്നാണ്, വേദനകളിൽ നിന്നാണ് എന്ന് ഒരുപക്ഷെ നാം കേട്ടിട്ടുണ്ടാകും. ഭാഗ്യസ്മരണാർഹനായ തൂങ്കുഴി പിതാവ് ഒരു ദുഃഖവെള്ളിയാഴ്ചയിലെ പ്രസംഗത്തിൽ ഒരു പക്ഷിയെക്കുറിച്ചുള്ള ഐതിഹ്യം നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ട്. തോൺ ബേർഡ് എന്നാണ് ആ പക്ഷി. ആ പക്ഷിയെക്കുറിച്ചുള്ള ഐതിഹ്യം ഇതാണ്. ലോകപ്രശസ്തമായിട്ടുള്ളൊരു ഐതിഹ്യമാണ്. പക്ഷിയുടെ പേര് തോൺ ബേർഡ്. മലയാളത്തിലേക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടെങ്കിലും മുള്ളൻ പക്ഷി എന്ന് പറയാൻ പറ്റും. മുള്ള്, ശരീരത്തിൽ മുള്ളുള്ളത് കൊണ്ടല്ല, മുള്ളുകളെ അന്വേഷിച്ച് നടക്കുന്ന ഒരു പക്ഷിയായതുകൊണ്ടാണ് അതിനെ സോൺ ബേർഡ് എന്ന് വിളിക്കുന്നത്. ആ പക്ഷിയെക്കുറിച്ചുള്ള ഐതിഹ്യത്തിൽ അത് അങ്ങനെ മറ്റ് പക്ഷികളെപ്പോലെ കളകളാരവം മുഴക്കുകയോ സംഗീതമുണർത്തുകയോ ചെയ്യുന്ന പക്ഷിയല്ലെന്നാണ്. പൊതുവെ ശാന്തമാണ് എന്നുള്ളതാണ് ഐതിഹ്യം. എന്നാൽ ഈ പക്ഷി തൻ്റെ ജീവിതത്തിൽ മുഴുവൻ അന്വേഷിക്കുന്നത് മുള്ളുകൾ നിറഞ്ഞ മരങ്ങളാണ്. അതിൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നല്ല കൂർത്ത മുള്ളുകളുള്ള ഒരു മരത്തിൽ അതിലെ ഒരു മുള്ള് ഹൃദയത്തിൽ സ്വയം ഉടക്കിക്കൊണ്ട് ആ രക്തം വാർന്ന് മരിക്കുന്നതിനായിട്ട് കാത്തിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഈ പക്ഷിയിൽ നിന്ന് സംഗീതമുണരുന്നു. ആ സംഗീതം നമുക്കറിവുള്ള ലോകത്തിലെ ഏതൊക്കെ പക്ഷിയുടെ സംഗീതത്തെക്കാളും, നൈറ്റിംഗലിനേക്കാളും ഒക്കെ ഏറെ മനോഹരമായിട്ടുള്ള സംഗീതമാണ് എന്നും ആ സംഗീതം ആലപിച്ചുകൊണ്ട് ആ പക്ഷി മരിച്ചു വീഴുകയും ചെയ്യുന്നുവെന്നുള്ളതാണ് ഐതിഹ്യം. ഇതൊരു ഐതിഹ്യം മാത്രമാണ്. സുവോളജിസ്റ്റുകൾ പറയും, ഒരുപക്ഷെ പക്ഷിശാസ്ത്രജ്ഞന്മാർ പറയും, ഈ തോൺ ബേർഡ് അത് ഇടയ്ക്കൊക്കെ മൂളാറുണ്ട്, സ്വരമുണ്ടാക്കാറുണ്ട്, കളകളാരവം മുഴക്കാറുണ്ടെന്ന്. എന്നാൽ ചരിത്രത്തിൽ സംഭവിച്ച ഒരു സംഗീതത്തെക്കുറിച്ച്, ഇതുപോലുള്ളൊരു സംഗീതത്തെക്കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 1981 എൽ സാൽവദോറിൽ ലാ ക്രൂസ് എന്ന ഒരു സ്ഥലത്ത് വെച്ച്, ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്നത് ലാ ക്രൂസ്, ദ ക്രോസ്, കുരിശ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ആ സ്ഥലത്ത് വെച്ച് നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ച് മാർക്ക് ഡാനർ എന്ന ഒരു ജേർണലിസ്റ്റ് ടൈംസ് വാരികയിൽ ആ കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തത് വളരെയേറെ പ്രശസ്തമായ ഒരു റിപ്പോർട്ടായിട്ട് പിന്നീട് മാറുകയുണ്ടായി. നമുക്കറിയാം, എൽ സാൽവദോർ 70കളുടെ അവസാനത്തിലും 80കളിലും മിലിറ്ററി ഏകാധിപത്യത്തിൽ കീഴിൽ കഴിഞ്ഞിരുന്ന ഒത്തിരിയേറെ ക്രൂരതകൾ സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ ഇടയിൽ, ഭൂരിപക്ഷം വരുന്ന കത്തോലിക്കരുടെ ഇടയിൽ, കത്തോലിക്ക സഭയ്ക്കെതിരെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ്
70കളുടെ അവസാനം 80കളുടെ ആരംഭം. 1980 പിന്നീട് കത്തോലിക്ക സഭ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ച ആർച്ച് ബിഷപ്പ് ഓസ്കാർ റൊമേറോ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുവോസ്തി ഉയർത്തിയ നേരത്ത് ചങ്കിൽ നിറയൊഴിക്കപ്പെട്ട് വധിക്കപ്പെടുകയും രക്തസാക്ഷി മരണം വരിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം സംഭവിച്ച ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഈ മാർക്ക് ഡാനർ റിപ്പോർട്ട് ചെയ്തത്. ഈ മിലിറ്ററി ഗവൺമെൻറ്റിൻ്റെ പൈശാചികമായ പീഡകൾക്ക് ഇരയായിത്തീർന്ന ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയുടെ സംഭവമാണ് അദ്ദേഹം വിവരിക്കുന്നത്. ആ പെൺകുട്ടിയുടെ പേരെന്തെന്ന് ആർക്കും അറിയില്ല. അവളൊരു കത്തോലിക്ക വിശ്വാസിയായിരുന്നില്ല, പെന്തക്കോസ്തക്കാരിയായിരുന്നു എന്ന് മാത്രം അറിയാം. ഒരു സായാഹ്നത്തിൽ തന്നെ പലവട്ടം ബലാത്സംഗത്തിന് വിധേയമായി. ഈ പടയാളികൾ അവളെ ഒരു പാവയെപ്പോലെ ക്രൂരമായ വിനോദത്തിന് പാത്രീഭവിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളെങ്ങനെ ദേഹോപദ്രവം ചെയ്തുകൊണ്ട് അവര് മദ്യത്തിൽ മുഴുകി ഇങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുന്ന, ക്രൂരമായി വിനോദത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പിച്ചി ചീന്തപ്പെട്ട ശരീരത്തോടുകൂടി അവൾ പ്രാർത്ഥനയിൽ നിമഗ്നയായി. എന്നിട്ട് അവള് യേശു ക്രിസ്തുവിൽ താൻ വിശ്വസിക്കുന്ന രക്ഷകനും നാഥനുമായ കർത്താവിനെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട്, അവൻ്റെ പീഡകളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട്, അവൾക്കറിയാവുന്ന ക്രിസ്തുവിനെ പീഡിതനെ പുകഴ്ത്തിക്കൊണ്ടുള്ള, ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള ഗാനങ്ങൾ ആലപിക്കാൻ തുടങ്ങി. ആ ഭക്തിഗാനങ്ങൾ കേട്ടപ്പോൾ ഈ പടയാളികൾ വീണ്ടും ക്രൂരമായി അട്ടഹസിച്ച് അവരിങ്ങനെ അവളെ കളിയാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അവൾ ആ ഗാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ആലപിച്ചു കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ക്രൂരമായ വിനോദം ഒരു അത്ഭുതത്തിന് വഴിമാറി. ഇത്രയേറെ പീഡിപ്പിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അവൾക്കിങ്ങനെ പാടാൻ പറ്റുന്നത് എന്നുള്ളൊരു അത്ഭുതം. അവളുടെ പാട്ടുകൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഈ അത്ഭുതം ഒരു ഭയത്തിന് വഴിമാറി. ആ പാട്ടുകളൊക്കെ അവരെ അസ്വസ്ഥതപ്പെടുത്തി. ഈ യേശുക്രിസ്തുവിനെ ഇപ്പോഴും വിളിച്ചപേക്ഷിക്കുന്ന ആ മകളുടെ ധീരതയ്ക്ക് മുമ്പിൽ അവർ പതറാൻ തുടങ്ങി. ഒരു കളിപ്പാവ പോലെ കണ്ടിരുന്ന അവൾ സർവ സൈന്യത്തിൻ്റെ ബലവുമുള്ള, അധികാരമുള്ള, ശക്തിയുള്ള ഈ പടയാളികളെ ഭയത്തിലേക്ക് നയിച്ചു, വിറയ്ക്കുവാൻ കാരണമായി. അവര് ഭയപ്പെടാൻ തുടങ്ങി, അസ്വസ്ഥതപ്പെട്ട് അവളെക്കുറിച്ചുള്ള ഭീതി നിമിത്തം അവൾ പെട്ടെന്ന് അവളുടെ കഴുത്തിലേക്ക് തന്നെ നിറയൊഴിച്ചുകൊണ്ട് അവളുടെ പാട്ട് എന്നത്തേക്കുമായിട്ട് അവസാനിപ്പിച്ചു. ഈ ജേർണലിസ്റ്റ് ഡാനർ പറയുകയാണ്, അവൾ മരിച്ചു എന്നവർക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ആ പടയാളികൾക്ക് അന്നും ആ ദിവസങ്ങളിലും ഒന്നും ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. കണ്ണടയ്ക്കുമ്പോഴൊക്കെ അവളുടെ പാട്ടുപാടി സന്തോഷിക്കുന്ന മുഖം അവരുടെ മുഖത്തേക്ക്, അവരുടെ കണ്ണുകളിൽ ഇങ്ങനെ ജീവനോടെ വരാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ അവൾ വിശ്വസിച്ചേറ്റുപറഞ്ഞ ആ ക്രൂശിതൻ്റെ ജീവിതത്തിൽ നിന്നും ശക്തി സംഭരിച്ച ഒരു പെൺകുട്ടിയിൽ നിന്നുണർന്ന സംഗീതമാണിത്. മുറിവുകളിൽ നിന്ന്, പീഡകളിൽ നിന്ന് ഉയർന്ന സംഗീതമാണിത്. കുരിശിലേറ്റപ്പെട്ട് വധിക്കപ്പെടുന്നതോടുകൂടെ അവൻ്റെ കഥ അവസാനിക്കുമെന്ന്
അവൻ്റെ ശത്രുക്കളെല്ലാം കരുതി. എന്നാൽ ആ കുരിശിലേക്കുള്ള വഴിയിൽ കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞ വാക്കുകളെല്ലാം വേദനയുടെ പാരമ്യത്തിൽ അവൻ പറഞ്ഞതൊക്കെ അവൻ്റെ കൊലപാതകികളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ജീവൻ്റെ ഉണർത്തുപാട്ടായിട്ട് വലിയൊരു സംഗീതമായിട്ട് ഒഴുകിയിറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവൻ കുരിശിൽ കിടന്നിട്ട് പറഞ്ഞ ആദ്യത്തെ വാക്യം അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്യമാണ്. അവൻ പറഞ്ഞു, പിതാവേ, ഇവരോട് പൊറുക്കണമേ, കാരണം ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിഞ്ഞുകൂടാ. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ വേദനയുടെ പാരമ്യത്തിൽ പാടിയ പാട്ടാണിത്. നമുക്ക് വേദനിക്കുമ്പോൾ, കാലൊന്നു മുറിയുമ്പോൾ നമ്മൾ പാടാറുള്ള പാട്ട് അമ്മേ എന്നുള്ളതാണ്. ഈ വേദനയും നമ്മളുടെ മുറിവിൽ നിന്ന് വരുന്ന രക്തവും കണ്ടുകൊണ്ടുള്ള ഒരു കരച്ചിൽ മാത്രമാണ് നമ്മിൽ നിന്നുണരുന്നതെങ്കിൽ, ഈ കുരിശിൽ കിടന്ന യേശുവിൻ്റെ അവൻ്റെ വേദനയുടെ പാരമ്യത്തിൽ ഉയർന്നു വന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗീതമായിരുന്നു. അത് അവരോട് ക്ഷമിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു. ജീവിതം കാലം മുഴുവൻ ഒത്തിരിയേറെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് കൊലപാതകിയായിട്ട് മുദ്രകുത്തപ്പെട്ട് അവനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട രണ്ട് കള്ളന്മാരിൽ ഒരുവൻ, വലതുവശത്തുള്ള കള്ളൻ, അവനെ ഈ സംഗീതം, ഈ വാക്കുകൾ, ഈ പ്രാർത്ഥന അവൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ ഉണർവ് ഉളവാക്കി. അവൻ്റെ പാപകരമായ ജീവിതത്തെക്കുറിച്ചൊരു കിരികിരിപ്പുണ്ടായി. തൻ്റെ ജീവിതത്തിൻ്റെ ആ കുറവുകളെക്കുറിച്ചുള്ള അവബോധം അവനെ മനസ്താപത്തിലേക്ക് നയിച്ചു. പിന്നീട് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ലൂക്കാ സുവിശേഷം 23:34 അവൻ, ലൂക്കാ സുവിശേഷം 23:42-43 അവൻ ഈശോയോട് പറയുകയാണ്, യേശുവേ, നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അവന് മോചനമുണ്ടാകുമെന്നൊന്നും അവന് വലിയ പ്രത്യാശയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നോട് കരുണ കാണിക്കണമേ, എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് മാത്രമാണ് അവൻ പ്രാർത്ഥിച്ചത്. ആരോടാണ് പ്രാർത്ഥിച്ചത്? അവൻ്റെ ചുറ്റും നിൽക്കുന്ന കൊലപാതകികളൊക്കെ അവൻ്റെ മരണത്തിൻ്റെ അവസാന നിമിഷം കാത്ത് അവൻ്റെ കഥ തീർന്നുവെന്ന് വിശ്വസിക്കുന്ന ആ സമയത്ത് അവനോടൊപ്പം കുരിശിലേറ്റപ്പെട്ട ആ കുറ്റവാളിയായ മനുഷ്യനാണ് അവൻ്റെ രാജ്യത്തിലേക്ക് അവൻ പോകും. അപ്പോൾ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് എത്രയോ ശക്തമായിട്ടുള്ള ഒരു ജീവന്റെ സ്വരമാണ് ഈ മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ സ്വർഗം തരണമെന്നൊന്നും പ്രാർത്ഥിച്ചില്ല. പക്ഷെ ഈശോ അവനോട് പറഞ്ഞു, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിലായിരിക്കും. എൻ്റെ ജീവിതം അവസാനിച്ചു, ഇനി നീ എന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്ന് അവൻ പറയുമെന്നൊരു പക്ഷേ അവൻ്റെ കുറ്റവാളികൾ, അവൻ്റെ ക്രൂശിതര്, അവൻ്റെ കൊലയാളികൾ കരുതിയിരുന്നിരിക്കും. പക്ഷേ അവൻ പറഞ്ഞത്, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസായിലായിരിക്കും. ഈ കുരിശിലെ മരണം അന്ത്യമല്ലെന്ന്, ഈ കുരിശിലെ മരണം കടന്നുപോക്ക് മാത്രമാണെന്ന് ഈശോ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളത് മാത്രമാണ്. അതിനപ്പുറത്ത് കർത്താവ് വലിയ കൃപകൾ, പുതുജീവൻ ആണ് നമുക്കൊക്കെ കാത്തിരിക്കുന്നത് എന്ന്, നൽകുന്നത് എന്ന്
ഉള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ക്രിസ്ത്യാനിയുടെ ജീവിതം ഈ സംഗീതത്തിൽ നിന്നും ഉണരുന്നതാണ്. ഒരു ക്രൈസ്തവൻ ഈ പീഡാസഹനത്തിൻ്റെ ഈ ചരിത്രത്തിലൂടെ കടന്നുപോയി നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരികെ പോകുമ്പോൾ സംഭവിക്കുന്നൊരു വലിയ മാറ്റം ആ വലതുവശത്തെ കള്ളനുണ്ടായ മാറ്റമാണ്. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഇവിടം കൊണ്ട് തീരുന്ന ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് കുറേയൊക്കെ സ്വരുക്കൂട്ടി സാധിക്കുന്നിടത്തോളമൊക്കെ ആസ്വദിച്ച് അങ്ങനെ എങ്ങനെയെങ്കിലും എനിക്ക് ആസ്വദിക്കണം എൻ്റെ ജീവിതം എന്ന് ചിന്തിച്ചിരുന്ന ഒരു മനുഷ്യൻ വന്ന മാറ്റം, ഈ പീഡാനുഭവ ചരിത്രം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദർശനങ്ങളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്ന് നാം പരിശോധിച്ച് നോക്കേണ്ടതുണ്ട്. എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ഇന്ന് എൻ്റെ ജീവിതത്തെ ഉത്കണ്ഠപ്പെടുത്തുന്ന കാര്യങ്ങളുമൊക്കെ ഈ ലോകത്തിൽ ആരംഭിച്ച് ഈ ലോകത്തിൽ തീരുന്നതാണോ? യേശു ഉയർത്തിയ ആ കുരിശിലെ മരണവെപ്രാളത്തിൻ്റെ സമയത്തും അവൻ്റെ മനസ്സ് പോയത് എവിടേക്കോ അതിലേക്കാണ് അവൻ നമ്മെയും ക്ഷണിക്കുന്നത്. ഈ വിശ്വാസമുള്ളത് കൊണ്ടാണല്ലോ നമ്മളെല്ലാവരും നമ്മുടെയൊക്കെ വീടുകളിലെ മരണങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ചരമം അറിയിപ്പ് എഴുതാറുള്ളത്? എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ഭാര്യ, സഹോദരൻ, മകൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്നാണ്. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങളെ ധ്യാനിക്കുന്ന നമുക്ക് മരണം അന്ത്യമല്ലെന്ന്, നമ്മെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു കടന്നുപോക്ക് മാത്രമാണെന്ന്, ഈ മരണം, ഈ കാൽവരിയിലെ മരണം നമ്മുടെ മുമ്പിൽ ഉണർത്തുന്ന ഈ സംഗീതം നമ്മോട് പറയുന്നുണ്ട്. എൽ സാൽവദോറിലെ ആ പെൺകുട്ടിക്ക് തൻ്റെ മരണത്തിൻ്റെ അവസാന വിനാഴികയിൽ പോലും പാടാൻ സാധിച്ചത് ഈ കാൽവരിയിലെ കുരിശിൻ്റെ അർത്ഥമെന്തെന്ന്, ആ മരണത്തിൻ്റെ രക്ഷാകരമായ മൂല്യമെന്തെന്ന് അവൾക്കറിയാമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്, അവൾ ഏറ്റുപറഞ്ഞത് കൊണ്ടാണ്. നമ്മൾ ദിവസത്തിൽ പല പ്രാവശ്യം കുരിശ് വരയ്ക്കുമ്പോഴും ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ എന്നാണ് പറയുന്നത്. ഈ കുരിശിലൂടെ നമ്മളെല്ലാവരും രക്ഷയിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നമ്മളെല്ലാവരും ഈ ക്രൂശിതനെ വെറും ഒരു ആഭരണമായി കൂടെ കൊണ്ട് നടക്കുന്നവരല്ല, ക്രൂശിതനോടൊപ്പം മരിച്ച് ഉയർക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം ഈ ഉയർപ്പിലാണ്, ഈ മരണത്തിനും അപ്പുറത്തുള്ളതാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പീഡാനുഭവത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുന്ന, അതിലൂടെ കടന്നു പോകുന്ന നമുക്ക് അവിടെ അതിൻ്റെ കഥാന്ത്യത്തിൽ കാണുന്ന അവൻ്റെ കൊലയാളികളുടെയൊക്കെ പ്രതിനിധിയായിട്ട് ആ ശതാധിപൻ പറയുന്ന വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. മത്തായി 27:54 ശതാധിപനും അവൻ്റെ കൂടെയുണ്ടായിരുന്നവരും അവൻ്റെ മരണം കണ്ട് വിളിച്ചു പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രനാകുന്നു, സത്യമായും ഇവൻ ദൈവപുത്രനാകുന്നു എന്ന് സത്യമായും ഈ സഹോദരങ്ങൾ, ഈ വിശ്വാസികൾ വിശ്വസിച്ചേറ്റു പറയുന്ന യേശുക്രിസ്തു ദൈവപുത്രനാണ് എന്ന് മറ്റുള്ളവർ തിരിച്ചറിയുക എപ്പോഴാണ്? നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളും നമ്മുടെ ജീവിതത്തിലെ വേദനകളും യേശുക്രിസ്തുവിൻ്റെ മനോഭാവത്തോടു കൂടി നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ്. പത്രോസ്ലീഹ പറയുന്നത് പോലെ, നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ
പൊതുസമൂഹത്തിൽ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. സഹനങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നതല്ല. സഹനങ്ങൾ അപ്രതീക്ഷിതമാണ്. സഹനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. സഹനങ്ങളിൽ നിന്ന് ഓടി ഒളിക്കേണ്ടതാണ്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം സഹനങ്ങൾ രക്ഷാകരമാണ്. എൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ കുരിശിലെ അവൻ്റെ രക്ഷാകരമായ സഹനങ്ങളോട് ഞാൻ ചേർത്ത് വയ്ക്കുമ്പോൾ എൻ്റെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ സാക്ഷ്യമാണ്. ഞാൻ പ്രത്യാശയർപ്പിച്ചിരിക്കുന്ന യേശുക്രിസ്തു, അവൻ സത്യമായും ദൈവപുത്രനാണെന്ന് എൻ്റെ കൂടെയുള്ളവർ അവരേറ്റുപറയുന്നത് ഈ സമയത്താണ്. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനിയുടെ ജീവിതം, നമ്മുടെ ജീവിതം എപ്രകാരമാണ് എന്ന്, നമ്മിലൂടെ എത്ര പേർ ക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് തിരിച്ചറിഞ്ഞു എന്ന് ഒന്ന് പരിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ അതിരൂപതയുടെ വിശാഖപട്ടണം വിശുദ്ധ ദേവപ്രാസ്യ മിഷനിലായിരുന്നു കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ച. കഴിഞ്ഞ വർഷം ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ വീരഘട്ടത്തിലെ ഒരു കൊച്ചു പള്ളി വെഞ്ചരിക്കുകയുണ്ടായി. ആ പള്ളി വെഞ്ചരിപ്പിൻ്റെ തലേ ദിവസം എല്ലാവരും അവിടെ ഉത്സാഹിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു കൊച്ചു പള്ളി, 50 പേർക്ക് മാത്രം നിൽക്കാവുന്ന ഒരു കൊച്ച് ചാപ്പൽ. അതിൻ്റെ അവസാനത്തെ പണികൾ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ ആദിവാസി ഗ്രാമത്തിലെ ഒരു ചെറുപ്പക്കാരിയായ അമ്മ, അവളിങ്ങനെ ഓടി നടന്ന് അവിടെ ഉത്സാഹിക്കുന്നുണ്ട്. അവള് പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഞാനപ്പോൾ അവിടെയുള്ള നമ്മുടെ അച്ഛനെയും സിസ്റ്റേഴ്സിനോടൊക്കെ പറഞ്ഞു, നിങ്ങൾ അവളെ കൊണ്ട് എന്തിനാ പണിയെടുപ്പിക്കുന്നത്? അവളോട് അവിടെ സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് പോയി ഇരിക്കാൻ പറയും. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ കുറേ ദിവസങ്ങളായി അവളോട് അത് പറയുന്നു. അവൾ പറയുന്നത് അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് എല്ലാ ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി ഞാൻ ഇതൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. അവൾ അവശയായിരുന്നു. അവൾ ഒത്തിരിയേറെ ഒരു മാൽന്യൂട്രീഷനൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നി. എല്ലാവർക്കും അസ്വസ്ഥതയുണ്ടായിരുന്നു. പക്ഷെ അവൾ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം പള്ളി വെഞ്ചരിപ്പ് ഭംഗിയായിട്ട് നടന്നു. അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ നാട്ടിലേക്ക് യാത്രയ്ക്കായിട്ട് പോരുന്ന സമയത്ത് ആ വഴിയിൽ വെച്ച് വേദനിപ്പിക്കുന്ന വാർത്തയറിഞ്ഞു. അവൾക്ക് മിസ്കാരേജ് ഉണ്ടായി. ആ കുഞ്ഞവൾക്ക് നഷ്ടപ്പെട്ടു. ഇതെന്നോട് അച്ഛൻ വിളിച്ചു പറഞ്ഞത് കരഞ്ഞുകൊണ്ടായിരുന്നു. കാരണം അത്രമാത്രം വേദനിപ്പിക്കുന്ന, ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത, അതും ഒരു ദേവാലയത്തിൻ്റെ അവസാനത്തെ നിമിഷം വരെ അധ്വാനിച്ചു കൊണ്ടിരുന്ന ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ള വലിയ വേദന ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അതോടൊപ്പം മറ്റൊരു ആശങ്കയുണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ ആദ്യം മാമുദീസ മുങ്ങിയവരിൽ ഒരുത്തിയാണ് അവളുടെ കുടുംബം. ഈ താങ്ങാനാവാത്ത വേദന സംഭവിച്ചു കഴിയുമ്പോൾ അവളും അവളുടെ കുടുംബവും വിശ്വാസം ഉപേക്ഷിച്ച് പോകുമോ? പഴയ ജീവിതത്തിലേക്ക് പോകുമോ? അങ്ങനെയെങ്കിൽ അത് ഒരുപക്ഷെ ആ ഗ്രാമത്തിലെ എല്ലാവരെയും സ്വാധീനിക്കാനിടയുണ്ട്. ഇവര് 15-20 കിലോമീറ്റർ വഴിയില്ലാത്ത വഴിയിലൂടെ, ഓഫ് റോഡിലൂടെ പോയിട്ട് വേണം ഇവളുടെ അടുത്തേക്ക് എത്താൻ. അവളുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ മാനുഷികമായ സാധ്യതകളൊന്നുമില്ലായിരുന്നു. അവൾക്ക് എന്ത് വേദന വരുമ്പോഴും ഒരു ആശുപത്രി കാണണമെങ്കിൽ 15-18 കിലോമീറ്റർ ഇങ്ങനെ റോഡിലൂടെ പോവുകയും പിന്നെയും 5 കിലോമീറ്റർ റോഡിലൂടെ പോയാലൊക്കെയാണ് നമ്മുടെ തന്നെ ഒരു ആശുപത്രി അവിടെ ഉള്ളത്. നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും അവിടെ എത്തിക്കഴിഞ്ഞു. വളരെ ഭയത്തോടു കൂടിയാണ് അവരവിടെ ചെന്നത്. എങ്ങനെ ആയിരിക്കും അവൾ പ്രതികരിക്കുക എന്നുള്ള ഭയപ്പാടുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ ചെന്ന് കഴിഞ്ഞ് അവളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ, ആശ്വസിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ ആദ്യത്തെ പ്രതികരണം ഇതായിരുന്നു: ദേവനുക്ക് ഹിതം.
ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഹിതമാണിത് എന്ന്. വിശ്വാസത്തിൽ അനേകം തലമുറകൾ പിന്നിട്ടു എന്ന് അവകാശപ്പെടുന്ന നമ്മിൽ എത്ര പേർക്ക് വേദനയുടെ ഏറ്റവും താങ്ങാനാവാത്ത നിമിഷങ്ങളിൽ ഇങ്ങനെ പ്രതികരിക്കാൻ സാധിക്കും? കുരിശ് നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണിത്. ഓശാനയ്ക്ക് മുമ്പ് ഇതേ സംഭവം ഞാൻ വേറൊരു സ്ഥലത്ത് ആവർത്തിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, അവൾ ഇപ്പോഴും ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ്, കുഞ്ഞിനായിട്ട് കാത്തിരിക്കുകയാണ്, എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന്. 3 ദിവസം മുമ്പ് അവിടെ നിന്ന് സിസ്റ്റർ എനിക്ക് എഴുതി, അവൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടുകൂടെ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുന്ന ഈ ഒരു ക്രൂശിതൻ്റെ മക്കളായിട്ട് ജീവിക്കുവാൻ ഈ പീഡാനുഭവ ചരിത്രം നമ്മെ ക്ഷണിക്കുകയാണ്. ഓശാനകളുടെ ആരവം മുഴക്കുന്ന ഒരു ക്രൈസ്തവ ജീവിതം നയിക്കാൻ ഒരുപക്ഷെ ഇന്ന് അനേകരുണ്ട്. എന്നാൽ സഹനത്തിൻ്റെ, പീഡകളുടെ, വേദനകളുടെ, ബുദ്ധിമുട്ടുകളുടെ ജീവിതത്തിലും ഈ ക്രൂശിതൻ്റെ സംഗീതമുണർത്തുവാൻ, ദൈവഹിതത്തിന് സ്വയം കയ്യാളിക്കുന്നതിൻ്റെ ആ വലിയ സമാധാനം, ആ പുതിയ ജീവിതം, അതിന് സാക്ഷ്യം വഹിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും ഈ ദുഃഖവെള്ളിയുടെ രക്ഷാകരമായ ദിനത്തിൻ്റെ എല്ലാ കൃപകളും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതം നമ്മുടെ ക്രൂശിതനോട് ചേർന്നുള്ള ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ അവൻ സത്യമായി ദൈവപുത്രനാണ് എന്നേറ്റു പറയാൻ ഇടവരുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.